ഉറപ്പായിട്ടും ഇതിൽ കുറെ ഗ്ലൂ മിക്സ് ആയെന്നാ തോന്നുന്നേ. ഇതെന്താ ഇത്രയും സ്റ്റിക്കി ആയിരിക്കുന്നേ? ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇത്ര കഷ്ടമാവുന്ന എങ്ങനെയാ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മോണിക്ക, എന്താ 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 അമ്മേ? എന്റെ ഈശ്വര, അടുക്കളയിലുള്ള ഭൂകമ്പം ഉണ്ടായോ? മോണിക്ക, ആ കണക്ക് പുസ്തകം എടുത്തോണ്ട് വന്നേ. ചെല്ലേ, വേഗം കൊണ്ടുവാ. എഴുതിക്കോ. 180 രൂപയോളം ആട്ട, 90 രൂപ വില വരുന്ന ചായപ്പൊടി, 100 രൂപ മസാല, മൊത്തം 370 രൂപയായി. 370 രൂപയുടെ നഷ്ടം ഇവള് വരുത്തിയിരിക്കുന്നത്. എനിക്കിതൊന്നും ശരിക്കും പരിചയമില്ലാത്തോണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് വേണോ ഇതെല്ലാം പഠിക്കാൻ? ആട്ട കുഴയ്ക്കാൻ അറിയില്ലെന്നാണോ അത് ഒന്നും അറിയില്ലെന്നാണോ? നിന്റെ വലിയ വീട്ടുകാര് നിന്നെ ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലെന്നാണോ? ആര് പഠിപ്പിക്കാനാ? ഇവളുടെ തള്ള തന്നെ നേരത്തെ ഇട്ടിട്ട് പോയതല്ലേ. പിന്നെ ഇവളുടെ തന്തയാണെങ്കിൽ അയാളുടെ തലയിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. ചുമ്മാതല്ല ഇവളുടെ അമ്മ ഓടിപ്പോയത്. അല്ലെങ്കിൽ ഇവളുടെ പ്രവൃത്തി കണ്ട് നാണം കെട്ട് തല കുനിച്ചേനെ. നിങ്ങൾക്ക് എന്തൊക്കെ ദേഷ്യം തീർക്കണമെങ്കിലും അത് എന്നോടായിക്കോളും. പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം ഒന്നും പറയരുത് പ്ലീസ്. എന്നാ നീ ശ്രദ്ധിച്ചു കേട്ടോ. 1 കിലോ പഞ്ചസാര, 2 കിലോ പരിപ്പ്, പിന്നെ ഈ ആട്ടയും എണ്ണയും 15 കിലോ അരിയും. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. മല്ലി, മഞ്ഞൾ, മുളക് എല്ലാം കൂടെ ചേർത്തിട്ടായാലും 5000 രൂപയ്ക്ക് മുകളിൽ വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. എന്നിട്ട് നീ ഇതുപോലെ നഷ്ടം വരുത്തുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും മാസത്തിൽ പകുതി ദിവസം പട്ടിണി കിടക്കേണ്ടി വരും. സോറി. സോറിയോ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാനൊരു വാക്ക് തരാം. ഞാൻ പതുക്കെ പതുക്കെ എല്ലാം പഠിച്ചോളാം. ഇപ്പോ അമ്മ ഒന്ന് പറഞ്ഞു തന്നാ മതി. അതുപോലെയൊക്കെ ഞാൻ എല്ലാം വൃത്തിയായിട്ട് ചെയ്തോളാം. എന്ന് ആദ്യം നിന്റെ അഴിഞ്ഞു കിടക്കുന്ന മുടിയൊന്ന് കെട്ടിവെക്ക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പണികൾ ചെയ്യാൻ തയ്യാറാവാം. മനുഷ്യന്മാർക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കും. നിങ്ങൾക്ക് ധൈര്യവും കുറച്ച് ക്ഷമയും മതി. പിന്നെ നിങ്ങളുടെ കാലം എത്ര വേഗം ശരിയാവുമെന്ന് കണ്ടോളൂ. എന്റെ ശരിക്കുള്ള ശക്തി എന്റെ അനിയത്തി ഇഷയായിരുന്നു. അവളെല്ലാരെയും വളരെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളുടെ ജീവനായിരുന്നു. ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞാലുണ്ടല്ലോ എത്ര സന്തോഷിക്കുന്നറിയോ. ഇന്ന് ഇവിടെ ഇപ്പോ എല്ലാം ഉണ്ട്, പക്ഷെ അവള് മാത്രമില്ല. അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപാട്. അവളില്ലാതെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടത്തിയുടെ റിപ്പോർട്ട് എനിക്ക് തന്നെ അവളെ കാണിക്കാമായിരുന്നു. അങ്ങനെ അവളുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്നാ റിപ്പോർട്ട്സ് എവിടെയാണെന്ന് പറയൂ. അതോ ആ ഡ്രോയില്. ഇതാണോ? അല്ല ആരവ് സർ, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നല്ലേ? അതെ. പക്ഷെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് വേറെ ചിലതാണല്ലോ. എന്താ? ഐ മീൻ, ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ ഏട്ടത്തി പ്രഗ്നന്റ് അല്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവരോടെല്ലാം പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വിവരം അനുരാഗിലേക്കും അച്ഛനിലേക്കും എത്തും.
ചേട്ടത്തി ഈ റിപ്പോർട്ട് അനുസരിച്ച് ആരുടെ റിപ്പോർട്ടാണ്? എന്തു പറ്റി മരുമോൾക്ക്? അല്ല, നിങ്ങളുടെ മുഖത്തൊക്കെ എന്താ ഒരു വല്ലായിക? ഇത് ആരുടെ റിപ്പോർട്ടാണ് നിന്റെ കയ്യിലുള്ളത്? ഇതിലെന്താ ഉള്ളത് വ്യക്തമായിട്ട് പറഞ്ഞേ. ഇങ്ങോട്ട് തന്നെ. അത് ഈ റിപ്പോർട്ട് ആരവ് സാറിന്റെയാ. ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ചെക്ക് ചെയ്യായിരുന്നു. അപ്പോഴല്ലേ കാലിന് കൊടുക്കേണ്ട എക്സസൈസ് അറിയൂ. ഓ, ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ. എത്രയും പെട്ടെന്ന് ഇവൻ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എനിക്ക് കാണണം. എന്നാലേ ഇവൻ IAS പ്രിപ്പയർ ചെയ്യാൻ കഴിയൂ. അച്ഛാ, ചെയ്തേ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എവിടെ വന്നാ കുടുങ്ങിയത്? ഈ മരം വണ്ടിയെ കൊണ്ട് ആട്ട ശരിക്കും എടുക്ക. അതൊരു ഉണ്ടയാക്കിട്ട് പരത്ത്. എടുക്ക അങ്ങോട്ട്. വെക്കേ. കേരളത്തിന്റെ ഭൂപടം ഉണ്ടാക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ഇഷ മാഡം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകത്തെന്ന് എനിക്ക് മനസ്സിലാവാതെ. എന്തിനു വേണ്ടി ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങോട്ട് മാറി നിന്നേ. ഇങ്ങനെ ഉണ്ടയാക്കണം. എന്നിട്ട് ആട്ടയിലൊന്ന് മുക്കി ഇങ്ങനെ പരത്തണം. എന്നിട്ട് വേണം ഇത് തവയിലിടാൻ. എന്നിട്ട് ചൂടാവുമ്പോ ഇങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ